ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശാലോം ടെലിവിഷന്റെ പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധം ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സഭയിലെ സകല ശുശ്രൂഷകളും ചെന്നു നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ്. ആ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ ശുശ്രൂഷകൾ മുഴുവൻ നടക്കുന്നത്. എല്ലാ ശുശ്രൂഷകളുടെയും അവസാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെ. നമ്മൾ യേശുവിൻ്റെ ജീവിതം നിങ്ങൾ നോക്കുക. യേശു ആദ്യത്തെ ഒരു 3.5 വർഷക്കാലം ദൈവവചനം പ്രസംഗിച്ചു. ശരിയല്ലേ? ശരിയാണ്. 3.5 വർഷം ദൈവവചനം പ്രസംഗിച്ച യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ശരിയല്ലേ? ശരിയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച യേശു അവിടം കൊണ്ട് നിർത്തിയില്ല. യേശു പറഞ്ഞു, ഇനിയുമുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കും. വീണ്ടും യേശു പരിശുദ്ധാത്മാവിനെ തരികയാണ്. അതിനുശേഷം യേശുവിന് നമ്മോട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മാവിനെ തന്നതിന് ശേഷം ഇനി മറ്റൊരു വാഗ്ദാനം തരാൻ യേശുവിൻ്റെ കയ്യിലില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നും സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടെന്നും എല്ലാം യേശു നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ യേശു പറയാണ്, എൻ്റെ വചനപ്രഘോഷണത്തിൻ്റെയും കുർബാന സ്ഥാപനത്തിൻ്റെയും എല്ലാം ആത്യന്തികമായ അർത്ഥം ഞാൻ അവസാനമായിട്ട് തരാൻ പോകുന്ന ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആണ്. ഉന്നതത്തിൻ്റെ ശക്തി എന്നാണ് കർത്താവ് അതിനെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ശക്തി നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു വാഗ്ദാനം തരാൻ ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ് നാം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം അതിമനോഹരമാണ്. സഹനങ്ങളില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനത്തെ വിഡ്ഢിത്തരം പറയാൻ പറ്റില്ല. അങ്ങനൊന്നുമില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സഹനമുള്ളതോ ഇല്ലാത്തതോ ഒന്നുമല്ല. പഴയ നിയമത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഒരു സൂചന തരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശം കുന്നുകളും താഴ്വരകളും നിറഞ്ഞ സ്ഥലമായിരിക്കും. അവിടെ എപ്പോഴും മഴയുണ്ടായിരിക്കും. എൻ്റെ കണ്ണ് ആ പ്രദേശത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന കാനാൻ ദേശം കുന്നുകളും താഴ്വരകളും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സന്തോഷത്തിൻ്റെ കുന്നുകളും കണ്ണുനീരിൻ്റെ താഴ്വരകളും നിറഞ്ഞതായിരിക്കും. പക്ഷേ ആ പ്രദേശത്ത് എപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരിക്കും. കൃപയുടെ മഴ ഈ സഹനത്തിൻ്റെ ഇടയിലും പെയ്തുകൊണ്ടിരിക്കും. സന്തോഷത്തിൻ്റെ ഇടയിലും കൃപയുടെ മഴ പെയ്തുകൊണ്ടിരിക്കും. കരച്ചിലിൻ്റെ ഇടയിലും കൃപയുടെ മഴ പെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കണ്ണ് ആ ദേശത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവ് വന്ന് ദൈവരാജ്യം സ്ഥാപിതമായതിനു ശേഷമാണ്. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവ്, ഏതവസ്ഥയിലും കൃപയുടെ മഴ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഒരു മാറ്റവുമില്ല. കൃപയുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 6ാമത്തെ ദിവസം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മേഘം എന്ന അടയാളത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ 6ാമത്തെ അടയാളമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മേഘം, ദ ക്ലൗഡ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം തിരുവചനം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. എന്താണ് മേഘം കാണിക്കുന്നത്? ഒന്ന്, മേഘം പരിശുദ്ധാത്മാവിൻ്റെ വളരെ ഘനമുള്ള സാന്നിധ്യത്തെ കാണിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ സാന്നിധ്യം, നിങ്ങളെല്ലാവരും തന്നെ ശുശ്രൂഷകൾ കൂടിയിട്ടുണ്ട്.
ഒരാൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉള്ള ദൈവസാന്നിധ്യം അല്ല വേറൊരാൾ ശുശ്രൂഷ ചെയ്യും. ചിലർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുന്നു. നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നമുക്കൊരു കാര്യം ഉറപ്പാണ്, ആ പാട്ട് പാടിയ വ്യക്തിക്ക്, ആ ശുശ്രൂഷ നയിച്ച വ്യക്തിക്ക്, ആ കുർബാന ചൊല്ലിയ അച്ഛന് അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം, ഒരു മേഘത്തിൻ്റെ അനുഭവം ഉള്ള വ്യക്തിയാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പുരോഹിതന്മാർ സോളമന്റെ ആലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ തേജസ് ആലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാൻ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മൾ വായിച്ച് ചുമ്മാ പോവുകയാണോ? ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ ഇന്ന് 4 അധ്യായം പുറപ്പാട് പുസ്തകം വായിച്ച് തീർത്തു, പ്രൈസ് ദി ലോർഡ് എന്നാണോ നമ്മൾ പറയുന്നത്? ഇനി പുറപ്പാട് വായിച്ചിട്ട് ഇനി അടുത്ത പുസ്തകത്തിലേക്ക് കയറാൻ സമയമായി എന്നാണോ പറയുന്നത്? അതോ ഒരു പശുവിനെ പോലെ അയവിറക്കുന്ന സ്വഭാവം നമുക്കുണ്ട്? കർത്താവ് പറയുന്നുണ്ട്, ഈ ബലിയർപ്പിക്കാൻ വരുന്ന മൃഗം അയവിറക്കുന്ന മൃഗമായിരിക്കണം, ഊനമറ്റ മൃഗമായിരിക്കണം. അയവിറക്കുന്ന മൃഗത്തെ എനിക്ക് വേണം എന്ന് കർത്താവ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഈ അയവിറക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പശു പുല്ല് തിന്നുമ്പം കുറച്ച് പുല്ലങ്ങ് തിന്നും. എന്നിട്ടൊരു ഉച്ചയാകുമ്പോൾ ഒരു മരത്തിന്റെ താഴെ പോയി കിടന്നിട്ട് ഈ കഴുത്തിന്റെ ഭാഗത്താണ് ഈ പുല്ല് സ്റ്റോർ ചെയ്യുന്നത്. ഈ കഴിക്കുന്ന പുല്ല് നേരെ വയറ്റിലോട്ടല്ല പശുവിന് പോകുന്നത്. ഈ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സഞ്ചി പോലൊരു സാധനം കാണാം പശുവിന്. ഈ പുല്ലെല്ലാം ആക്ച്വലി ഈ സഞ്ചിയിലോട്ടാണ് പോകുന്നത്. എന്നിട്ടൊരു ഉച്ചയാകുമ്പോൾ പശു എന്ത് ചെയ്യുമെന്നറിയാമോ? തിരിച്ച് ഈ സഞ്ചിയിൽ നിന്ന് ഈ പുല്ല് തിരിച്ചു കൊണ്ടുവന്ന് ചവച്ച് 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 അരച്ച് വളരെ പതുക്കെ അതിനെ ഉള്ളിലേക്ക് വിടും. ഇങ്ങനെ ചവച്ചരച്ച് ചെല്ലുന്ന പുല്ലാണ് വയറ്റിൽ കിടന്ന് നമുക്ക് പാലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ ഇന്ന് പാല് കുടിക്കുകയാണ്, ചായ കുടിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരു അയവിറക്കലിൻ്റെ അനുഭവമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ അയവിറക്കുക എന്ന് പറയുമ്പോൾ അതൊരു വളരെയധികം സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവം പറയാണ്, നിങ്ങളൊരു വചനം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്കോ വൈകുന്നേരമോ വെറുതെ ഇരിക്കുന്ന സമയത്ത് രാവിലെ വായിച്ച വചനത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് തിരികെ വീണ്ടും കൊണ്ടുവന്ന് ചവച്ച് 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 അയവിറക്കി അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. മേഘം സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് നമുക്കുള്ള വാഗ്ദാനമാണ്. ഞാനും നിങ്ങളും വേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ഈ മേഘത്തിന്റെ അനുഭവം നമുക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. ഈ മേഘത്തിന്റെ അനുഭവം കിട്ടിയിട്ടുള്ള ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. യെസ്, കണ്ടിട്ടുണ്ട്. അവർ ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പോയപ്പോൾ അവരുടെ മുറിയിൽ സമാഗമ കൂടാരത്തിൽ വന്ന് നിറഞ്ഞ അതേ മേഘം അവരുടെ പ്രാർത്ഥനാ മുറിയിൽ വന്നതായിട്ടുള്ള അനുഭവമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ തിരിച്ചറിയാം, ആ മേഘത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് അവരുടെ മുഖത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് മേഘം വന്നു കഴിഞ്ഞാൽ ആ മോശയുടെ പുറത്ത് വന്ന ആ ഒരു ഡെപ്പോസിറ്റ് തരാതെ പോകത്തില്ല. നമ്മൾ പറയത്തില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് കവി പാടിയതുപോലെ, നമ്മൾ ഈ മേഘത്തിന്റെ അഭിഷേകത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്തോ ഒന്ന് നമ്മളിൽ പതിപ്പിക്കാതെ മേഘം തിരിച്ചു പോവുകയില്ല. മേഘം ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. 2, മേഘം നമ്മളെ വഴി നടത്തുന്നു. പുറപ്പാട് പുസ്തകം 13:21. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാൻ വിധം പകൽ വഴി കാട്ടാനൊരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഒന്ന് പ്രാർത്ഥിക്കണം, എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണോ മെഡിക്കൽ കോളേജിൽ പോകണോ എന്നൊന്ന് പ്രാർത്ഥിക്കണം, ജർമ്മനി പോകണോ ഇംഗ്ലണ്ടിൽ പോകണോ. അങ്ങനെ അവർ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. അവർ വരാൻ കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് അവർ മിക്കവാറും നമ്മുടെ അടുത്ത് ഈ പ്രാർത്ഥനയുമായിട്ട് വരുന്നത്. ചില പെൺകുട്ടികൾ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ മടത്തി പോകണോ കല്യാണം കഴിക്കണോ? ഞാൻ പറയും, മോളെ അത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പറയണം. അതുപോലും നിനക്ക് തന്നെത്താനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കാൻ പോലും ഞാനാണോ അത് എടുക്കേണ്ടത്? ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുത്ത് നിന്ന് ഗൾഫിൽ നിന്ന് ഒരു ചേച്ചി ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ബ്രദറെ എനിക്ക് എത്ര മക്കളാണ് വേണ്ടതെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവൂന്ന് ചോദിച്ചു.
അദ്ദേഹം തിരിച്ചങ്ങോട്ട് പറഞ്ഞു, അടുത്ത് ഭർത്താവ് ഇരിപ്പില്ലെന്ന് ചോദിച്ചു. അതാണ് അദ്ദേഹം ചോദിച്ച മറുപടി. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു ഗൈഡൻസും ചില സമയത്ത് ഒരു കാര്യത്തിന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ. യേശയ്യാ 30:21 പറയാണ്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ, നിന്റെ ആത്മീയ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. റോമാലേഖനം 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രരാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ അനുഭവം ഞാൻ പറയാം. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം, മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും, മേഘം നിൽക്കുമ്പോൾ അവർ യാത്ര നിർത്തി പാളയം അടിക്കും. മനസ്സിലായല്ലോ? മേഘം ചലിക്കുമ്പോൾ 20 ലക്ഷം ഇസ്രായേൽ ജനങ്ങളും യാത്ര തുടരും. മേഘം നിന്നാൽ അവരും മുന്നോട്ട് പോകത്തില്ല, അവരും അവിടെ തന്നെ നിൽക്കും. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു വചന പ്രഘോഷകൻ എന്നുള്ള നിലയിൽ ഒരുപാട് സ്ഥലത്തും നമ്മളെ വിളിക്കും. ഡോക്ടറെ ഇവിടെ ഒന്ന് പ്രസംഗിക്ക്, ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്. എല്ലായിടത്തും പോകാൻ പറ്റില്ല. കുറച്ച് പേരെയെങ്കിലും നമ്മൾ പിണക്കേണ്ടതായിട്ട് വരും, അത് ഉറപ്പാണ്. നമ്മൾ പോകാത്ത സ്ഥലത്ത് അവർക്ക് പിണക്കവും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഞാനിത് തിരിച്ചറിയുന്നുള്ള ഞാൻ പറഞ്ഞു. എവിടെ നിന്നെങ്കിലും ഒരു വിളി വരുന്ന ഉടനെ ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ ഷാലോമിൻ്റെ ഈ പ്രോഗ്രാമിന് എന്നെ വിളിക്കുകയാണ്, ഷാലോം എന്ന് വിളിക്കുകയാണ്, ഈ വർഷത്തെ നമുക്ക് പെന്തക്കോസ്ത് അനുഭവം ധ്യാനിച്ച്. ഞാൻ പെട്ടെന്ന് ഉത്തരം കൊടുത്തില്ല. ഞാൻ മുറിയിലോട്ട് ചെന്നിരുന്ന് ഞാൻ പതുക്കെ എൻ്റെ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും എൻ്റെ അകത്തുനിന്നുള്ള അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ സോഡാക്കുപ്പിയുടെ ഈ മൂടി പൊട്ടിച്ചിട്ട് അതിൽ ഈ കുമിളകളും വെള്ളവും കൂടെ പുറത്തേക്ക് വരുന്നത് പോലെ അകത്തുനിന്ന് ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ഒരു അനുഭവം, ദൈവസാന്നിധ്യത്തിൻ്റെ ഘനം പെട്ടെന്ന് കൂടുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം ഇത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില സ്ഥലത്തുനിന്ന് വിളിക്കാൻ നേരത്ത് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നുണ്ടായിരുന്ന സന്തോഷം ഇങ്ങനെ പതുക്കെ കുറഞ്ഞ് ഡൗണായി നമ്മൾ ഒരു വറ്റിപ്പോകുന്ന കുളം പോലെ ആയിപ്പോകുന്ന പോലെ ഒരു അനുഭവം നമുക്കുണ്ടാകുകയാണ്. മേഘം നമ്മളെ വഴി കാണിക്കുകയാണ്. ഇത് എല്ലാ മനുഷ്യരെയും വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ മാർഗമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് സകലർക്കും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ തിരിച്ച് വചനത്തെ ഇടുകയാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടാൻ വിളിയുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ, ദൈവം നമ്മളെ നയിക്കും എന്ന ഒരു വാഗ്ദാനം തരികയാണ്. ഞാൻ ഒത്തിരിയേറെ ബഹുമാനിക്കുന്ന ഒരു അച്ഛനാണ് ഷാലോമിൻ്റെ ആദ്യത്തെ സ്പിരിച്വൽ ഡയറക്ടർ, ബഹുമാനപ്പെട്ട CJ വർക്കേച്ച്. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മരിച്ചുപോയി. വിശുദ്ധനാക്കാൻ സാധ്യതയുള്ള അച്ഛനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ്റെ കുഴിമാടം കോഴിക്കോട് കുളത്തുവയൽ NRC ധ്യാന കേന്ദ്രത്തിലുണ്ട്. അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. അച്ഛൻ കരിസ്മാറ്റിക് അനുഭവത്തിൽ വന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകമൊക്കെ കിട്ടി. മലബാറിലെ ഒരു സ്ഥലത്ത് അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പാവപ്പെട്ട ഇടവകയാണ് കേട്ടോ. അന്നേരം വളരെ ഒരു കുഗ്രാമമാണ്. അവിടെ മിക്കവാറും രാത്രിയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വരുന്നത് പിറ്റേ ദിവസം രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് പതുക്കെ ലൈറ്റൊക്കെ 10 മണിയായിട്ടേ കറണ്ട് വരത്തുള്ളൂ. ഒരു ദിവസം അപ്പോൾ ഈ രാത്രിയിൽ പുറത്തിറങ്ങുന്ന സമയത്തെല്ലാം കൂരിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, പ്രായം കുറച്ച് കൂടി വരുമ്പോൾ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഈ നമുക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ, മൂത്രം ഒഴിക്കാനൊക്കെ നമ്മൾ പുറത്തിറങ്ങണം. ഒരു ദിവസം അച്ഛൻ രാത്രി ഒരു 1 മണിക്ക് ഇതുപോലെ ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ടോർച്ച് എടുക്കുക എന്നൊരു ശബ്ദം. ടോർച്ച് എടുക്കുക. അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ല. ഒരു ശബ്ദം പെട്ടെന്ന്, ആര് പറഞ്ഞു ഒന്നും അറിയത്തില്ല, ഒരു ടോർച്ച് എടുക്കുക എന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ അച്ഛൻ ഒരു ടോർച്ച് എടുത്തു. കേട്ടപ്പോൾ വിചാരിച്ച് ടോർച്ച് അങ്ങ് എടുത്തു. സാധാരണ അതിൻ്റെ ആവശ്യമില്ല, വഴി കറക്റ്റായിട്ട് അറിയാം. ടോർച്ചൊക്കെ എടുത്തു. ടോയ്ലറ്റിൽ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് ഈ ടോർച്ച് അടിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛൻ ഈ വാതിൽ തുറക്കാനായിട്ട് ഈ ടോർച്ച് അടിക്കുമ്പോൾ ആ ഓടാമ്പലിൽ ഒരു അണലിപ്പാമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് കറക്റ്റായിട്ട്. ആ ഓടാമ്പലിൽ ഒരു അണലിപ്പാമ്പ് അവിടെ ഇരിപ്പുണ്ട്. അന്ന് ടോർച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ അച്ഛൻ ആ കയറി പിടിക്കുന്നത് തന്നെ ആ ഓടാമ്പലിൻ്റെ പുറത്തല്ല, അണലിപ്പാമ്പിൻ്റെ പുറത്താണ്. ലോകപ്രശസ്തനായി തീർന്ന വരദാനങ്ങളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ 9 വരങ്ങളും സമൃദ്ധമായി ഉണ്ടായിരുന്ന വർക്കിയച്ഛൻ്റെ ജീവിതവും ശുശ്രൂഷ അവിടെ അവസാനിക്കുമായിരുന്നു.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട്, വലിയൊരു അപകടം മുൻപിലിരുന്നത് കൊണ്ട് ദൈവം അത്യത്ഭുതകരമായി ഓഡിബിൾ വോയിസിലൂടെ സംസാരിച്ചുകൊണ്ട് തൻ്റെ മകനെ അപകടത്തിൽ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ, പ്രിയപ്പെട്ടവരെ, നമ്മളെയും ദൈവം നടത്തുന്നേ. നമുക്ക് ഈ ബന്ധം പരിശുദ്ധാത്മാവിൻ്റെ അടുത്തില്ല. കാര്യം നമ്മൾ ഈ നടക്കുമ്പോൾ സിനിമാ താരങ്ങളെക്കുറിച്ചും പാട്ട് പാടുന്നവരെക്കുറിച്ചും ക്രിക്കറ്റ് കളിക്കുന്നവരെക്കുറിച്ചും ഫുട്ബോൾ കളിക്കുന്നവരെക്കുറിച്ചും ഒക്കെ 24 മണിക്കൂർ ആലോചിച്ചുകൊണ്ട് നടന്നാൽ ദൈവം നമുക്ക് തരുന്ന സന്ദേശങ്ങളും ബോധ്യങ്ങളും എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? ഇപ്പൊ വർക്കേച്ചിന് ഒരു സിനിമാ താരത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ ശബ്ദം കേൾക്കത്തില്ല. ഫുട്ബോൾ കളിക്കുന്ന മെസ്സിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് പുറത്തോട്ട് പോകുന്നെങ്കിൽ ഈ ശബ്ദം കേൾക്കത്തില്ല. നാളത്തെ ലോകകപ്പിൽ ആരായിരിക്കും ജയിക്കുന്നെന്ന് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെങ്കിൽ ഈ അണലിപ്പാമ്പിൽ നിന്ന് ദൈവത്തിന് രക്ഷിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നത് കൊണ്ടാണ് ആ ശബ്ദം കേൾക്കാൻ പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിക്കുകയാണ്, ദൈവം നമ്മളെ വഴി നടത്തുന്നു. മൂന്നാമത്തത്, മേഘം നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. സങ്കീർത്തനം 105:39, അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. എനിക്ക് അത്ഭുതകരമായ വചനമാണ്. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ കാണാം, 20 ലക്ഷം ഇസ്രായേൽക്കാരാണ് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. ഞാൻ മരുഭൂമി പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു പ്രാവശ്യം പോയാൽ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റത്തില്ല. സംഭവം ദൂരെ നിന്ന് കാണാൻ നല്ലതാണ്, പക്ഷെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു എനിക്കൊന്ന് നടക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അത്രയും വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, ഒരു ആഗ്രഹമാണ്, മരുഭൂമി ഇല്ലാത്ത നാട്ടിൽ നിന്നായതുകൊണ്ട് ഈ മരുഭൂമി കൂടെ ഒന്ന് നടക്കണമെന്നൊരു ആഗ്രഹം. പിന്നെ ബൈബിളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഒന്ന് നടക്കണം. അവർ പറഞ്ഞു അത്ര നിർബന്ധമാണ്, നടന്നു. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ 2 കുപ്പി കയ്യിൽ വെള്ളം പിടിച്ചോളാൻ പറഞ്ഞു. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നമ്മൾ നല്ല മൂച്ചിനങ്ങ് പിടിപ്പിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അവസാനിക്കുന്നില്ലെന്ന് മാത്രമൊന്നുമില്ല, കൊടിയ ചൂടടിച്ചിട്ട് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ജലാംശം മുഴുവൻ വറ്റിപ്പോകുന്ന പോലത്തെ ഒരു അനുഭവം ഒരു 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഡീഹൈഡ്രേഷൻ അടിച്ച് താഴെ വീഴാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഇതാ 20 ലക്ഷം വരുന്ന ഇസ്രായേൽക്കാർ ഈ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ തൻ്റെ മക്കൾ ചൂടടിച്ച് വീഴാതിരിക്കാൻ ഒരു വലിയ പക്ഷി തൻ്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ തണൽ വിരിക്കുന്നത് പോലെ വലിയൊരു മേഘം ആകാശത്ത് വന്നിട്ട് ഇവരുടെ മേൽ അല്പം പോലും വെയിലടിക്കാത്തവണ്ണം വലിയൊരു കുട വിരിച്ച് 20 ലക്ഷം പേരെയും നയിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 105:39, അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ അയച്ചു. സങ്കീർത്തനം 16:11, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറയുന്നത് അത്യത്ഭുതകരമായ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. അതിനേക്കാളും അപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ഇല്ല. ലോകത്തിൽ നിന്നും യേശുവിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ വളരെ വിശുദ്ധിയായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തില്ല. പക്ഷേ ലോകത്തിൻ്റെ കൂടെ കുറച്ച് നാൾ പോയ ഒരാളെന്നുള്ള നിലയ്ക്ക്, 27 വയസ്സ് വരെ ലോകത്തിൻ്റെ കൂടെ പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് 27ാമത്തെ വയസ്സിൽ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതുപോലൊരു അനുഭവം വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ദൈവം നമുക്ക് ചിറകുകൾ വിരിച്ച് നമ്മളെ നടത്തുന്ന ഒരു അനുഭവം, ദൈവം നമുക്ക് തണൽ തരുന്ന ഒരു അനുഭവം. 4ാമത് മേഘത്തിൻ്റെ അടയാളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടയാളം, യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വീണ്ടും വരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ മേഘത്തിൻ്റെ അടയാളം. പരിശുദ്ധാത്മാവ് മേഘമായി വരുമ്പോൾ ഒരു വലിയ സന്ദേശവുമായിട്ടാണ് വരുന്നത്. എന്താണ്? നിങ്ങളുടെ അരുമനാഥനായ യേശു, നിങ്ങളുടെ ആത്മമണവാളൻ ഇതുപോലെ ഒരു മേഘത്തിൽ വീണ്ടും വരും. മേഘത്തിൽ വീണ്ടും വരും. ചക്രവാളത്തിൽ മേഘം ഉയരുമ്പോഴെല്ലാം നമ്മൾ പറയും മഴ വരുന്നു. പരിശുദ്ധാത്മാവിന്റെ മേഘം നമ്മളോട് പറയുന്നു യേശു വീണ്ടും വരുന്നു. പഴയ നിയമത്തിൽ ആരെങ്കിലും യേശു വീണ്ടും വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ യേശു ജനിക്കുന്നതോ യേശുവിൻ്റെ കുരിശുമരണമോ കണ്ടിട്ടില്ല. യേശയ്യ യേശുവിൻ്റെ കുരിശുമരണം വ്യക്തമായിട്ട് കണ്ടു.
ദാവീദും യേശുവിൻ്റെ കുരിശുമരണം കണ്ടു. എൻ്റെ അസ്ഥികൾ അവർ ഒടിച്ചില്ല, അവർ എൻ്റെ അങ്കിക്ക് വേണ്ടി നറുക്കിട്ടു. ഇതെല്ലാം ദാവീദ് പ്രൊഫറ്റിക്കായിട്ട് പ്രവചനത്തിൽ ദർശനത്തിൽ കണ്ടുകൊണ്ട് എഴുതിയ ഭാഗങ്ങളാണ്. എന്നാൽ യേശു വീണ്ടും വരുമെന്ന് കണ്ട ആള് ദാനിയേൽ പ്രവാചകനാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വചനം. രാത്രിയിൽ ഒരു ദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. വളരെ ക്ലിയർ ആയിട്ട് പ്രൊഫറ്റിക്കൽ മെസ്സേജ് പറയുകയാണ്. യേശു ക്രിസ്തു മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വീണ്ടും വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു വീണ്ടും വരുമെന്ന് കേൾക്കുമ്പം പേടിയാണോ സന്തോഷമാണോ? ഒരുപാട് ആൾക്കാർ ഭയം കൊണ്ട് വിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ചില യുവാക്കളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ യേശു വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പതുക്കെ യേശു വന്നാൽ മതി. പിന്നെ ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഡോക്ടറെ കാര്യമൊക്കെ ഉള്ള ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് പൂർത്തിയായി ഒന്ന് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ട് യേശു വന്നാൽ മതി. പ്രത്യേകിച്ച് യേശു ഇപ്പം ധൃതി പിടിച്ച് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഇത്രയും കാലം യേശു വരാതെ തന്നെ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ യേശു അത്ര സ്പീഡ് കൂട്ടി വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരെയും കേട്ടിട്ടുണ്ട്. പക്ഷേ ആദിമസഭ നമുക്ക് തന്ന സന്ദേശം, യേശു വീണ്ടും വരുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഞാനൊരു കുടുംബനാഥനാണ് കേട്ടോ, ഒരു അപ്പനാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു രസകരമായ അനുഭവം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടു. എനിക്കൊരു മോളെ ദൈവം തന്നുള്ളൂ, ഒരു മോളേ ഉള്ളൂ. അപ്പം അവിടെ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത് നിന്ന് പോയിട്ട് വരുമ്പം അവൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പോൾ 2.5 വയസ്സൊക്കെ ഉള്ള സമയമാണെങ്കിൽ, പപ്പ എത്ര ടൈപ്പ് മുട്ടായി കൊണ്ടുവരും എന്ന് ചോദിക്കും. പിന്നെ എനിക്ക് നൂഡിൽസ് കൊണ്ടുവരണം, എനിക്ക് പിന്നെ കിറ്റ് കാറ്റോ, ക്യാറ്റാണേലും എന്താണെങ്കിലും അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിങ്ങനെ പറയും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിക്കും, മോളെ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? അപ്പം അവൾ പറയും, പപ്പായും വരണം മുട്ടായും കൊണ്ടുവരണം, പപ്പായും വരണം മുട്ടായും കൊണ്ടുവരണം. അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഞാൻ മുട്ടായി കൊടുത്തു വിടട്ടെ. അപ്പം പറഞ്ഞു, വേണ്ട, പപ്പായും വരണം മുട്ടായും വരണം. പക്ഷെ അവൾ കുറേ കൂടെ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, മോളെ ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? അവൾ പറയും, ഒന്നും വേണ്ട, പപ്പ പോയിട്ട് ഇവിടെ ഒരു രസവും ഇല്ല, പപ്പ വേഗം വരാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പപ്പ ഇങ്ങോട്ട് വേഗം വന്നാൽ മതി. ആത്മീയ ജീവിതത്തിലെ 3 ലെവൽസിനെയാണ് ഇത് കാണിക്കുന്നത്. ചിലർ അനുഗ്രഹത്തെ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചിലർ അനുഗ്രഹവും വേണം കർത്താവും വേണമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. 3ാമത്തെ ഹയസ്റ്റ് ലെവൽ വളർന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നും വേണ്ട, നമ്മൾ പാടുകയൊക്കെ ചെയ്യാറുണ്ട്, യേശു മാത്രം മതി, യേശു മാത്രം മതി. അതൊക്കെ സംഭവമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇത് ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? 73-ാം സങ്കീർത്തനത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സ്വർഗത്തിൽ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും എനിക്ക് അങ്ങേയല്ലാതെ മറ്റാരെയും വേണ്ട. ഇപ്പം എൻ്റെ മോള് വളർന്നപ്പോഴാണ് പറഞ്ഞത്, മുട്ടായി ഒന്നും വേണ്ട, പപ്പ ഇങ്ങോട്ട് വേഗം വന്നാൽ മതി, പപ്പായെ ഞാൻ കാത്തിരിക്കുന്നു. ആദിമസഭ ഇതുപോലെയാണ് പറഞ്ഞത്, അനുഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങ് വേഗം വന്നാൽ മതി. കർത്താവ് വീണ്ടും വാനമേഘത്തിൽ വരും എന്ന് പരിശുദ്ധാത്മാവിൻ്റെ മേഘം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 1:7, ഇതാ അവൻ മേഘത്തിൽ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും, അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് നിലവിളിച്ചവരും ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും അവനെ ദർശിക്കും. ഹല്ലേലൂയ. ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവ്. നാം എടുക്കപ്പെടും, നാം ശരീരത്തോടു കൂടെ എടുക്കപ്പെടുമെന്നാണ് പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിയർ 4:16 തൊട്ട് വായിക്കുമ്പോൾ കാണുന്നത്. ഹെനോക്ക് എടുക്കപ്പെട്ടതുപോലെ, ഏലിയ എടുക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ വരവിൽ അന്ന് സഭ എടുക്കപ്പെടും. നാം കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘത്തിലാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതാണ് ആദിമസഭ അതിനുവേണ്ടി കാത്തിരുന്നത്. ഹല്ലേലൂയ. നാം കർത്താവിനെ കാത്തിരിക്കുന്നു. മാറാനാത്ത എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. കർത്താവ് യേശുവേ വേഗം വന്നാലും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. യേശുവിൻ്റെ രക്തം അവനെ അവളെ പൂർണ്ണമായി കഴുകി ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയെ പോലെ നീതീകരിച്ചിരിക്കുന്നു. യേശു വാനമേഘങ്ങളിൽ വരുമ്പോൾ എടുക്കപ്പെടാനായി. ഇതാ പരിശുദ്ധാത്മാവ് മേഘമായി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്.
ആത്മാവിൻ്റെ മേഘം സാന്നിധ്യമായും വഴി നടത്തുന്ന അനുഭവമായും മരുഭൂമിയിലെ തണലായും യേശു വീണ്ടും വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായും പരിശുദ്ധാത്മാവിൻ്റെ മേഘം നമ്മുടെ മേൽ വരികയാണ്. ഈ പെന്തക്കോസ്താനുഭവ ധ്യാനത്തിൻ്റെ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറയണമേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാലാഖമാരോടും ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു നാഥ. വാനമേഘത്തിൽ വരുന്നവനെ അങ്ങെ സ്തുതിക്കുന്നു. ഇതാ വെള്ള കുതിരയുടെ പുറത്തൊരുവൻ വരുന്നു. ദൈവവചനമെന്നാണ് അവൻ്റെ പേര്. ദൂതന്മാരുടെ അകമ്പടിയോട് അവൻ ആഗതനാകുന്നു. ഓരോ മിഴിയും അവനെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിന്നലൊളിയുടെ ശോഭയുള്ളവൻ ഇറങ്ങി വരുന്നു, മേഘത്തിൽ ഇറങ്ങി വരുന്നു. സകല ലോകവും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. എല്ലാ നാവുകളും യേശു കർത്താവാണെന്ന് ഏറ്റുപറയും. എല്ലാ മുട്ടുകളും മടങ്ങും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.